പേഴ്സി ജാക്സൺ ആൻഡ് ദ ഒളിമ്പ്യൻസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു സീരീസാണ്. ഫസ്റ്റ് സീസണാണ് ഇറങ്ങിയിട്ടുള്ളത്. 8 എപ്പിസോഡുകളായിരിക്കും ഈ ഒരു സീരീസിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 2 സിനിമ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. പേഴ്സി ജാക്സൺ എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിയിൽ 2 സിനിമ ഓൾറെഡി നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡിൽ നൊസ്റ്റാൾജിക് സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അത്. പേഴ്സി ജാക്സൺ ആൻഡ് ദ ഒളിമ്പ്യൻ, ലൈറ്റ്നിങ് തീഫും അതേപോലെ തന്നെ സീ മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന 2 സിനിമകൾ. ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്ക്, അത് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് ഈ ഒരു സീരീസ് കാണുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് അടിക്കും, നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി ഇതേപോലെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോകണം എന്നുള്ളത്. അതെല്ലാവരും പ്രതീക്ഷിച്ച് തെറ്റി എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഭയങ്കര ബോറിങ്. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിന് കാണുന്നു, ഇത് ആക്ച്വലി ഇതിൻ്റെ നല്ല ബെസ്റ്റ് വേർഷൻ ആ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ബെസ്റ്റ് വേർഷൻ്റെ ഒരു 7 അയലത്ത് പോലും എത്താൻ പറ്റാത്ത രീതിയിലാണ്. ഒന്നാമത് കാസ്റ്റിംഗ് വളരെ മോശം എന്നുള്ളതാണ്. കാസ്റ്റിംഗ് മോശം, അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ ഭയങ്കര മോശം, മേക്കിംഗ് മോശം, മൊത്തത്തിലൊരു മോശം എന്ന് പറയാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സി ജാക്സൻ്റെ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു സിനിമ തന്നൊരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. അപ്പം അത്രയും നല്ല രീതിയിൽ വെൽ പാക്ഡായിട്ട് ചെയ്ത് വെച്ചൊരു സിനിമ, നല്ല ക്രാഫ്റ്റ് ചെയ്ത് വെച്ചൊരു സിനിമ നമ്മളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് 2ാം സിനിമയാണ് കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പോകുന്നത്. ഫസ്റ്റ് സിനിമ അടിപൊളിയാണ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമ നമ്മൾ സീരീസ് കാണുമ്പം ഇത് 2 സിനിമയെ മിക്സ് ചെയ്തിട്ടൊരു മിക്സർ പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ, സിനിമ ഉള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ സാധനങ്ങൾ കാണിക്കുന്നു. അത് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് പേഴ്സി ജാക്സൺ കുറച്ച് മെച്യൂരിറ്റിയൊക്കെ വലിയൊരു ക്വസ്റ്റിന് പോകുന്ന സമയത്തായിട്ട്. അപ്പം ഇതവിടെ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു ടീനേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീനേജ് കാണിക്കുന്നു. അതേപോലെ തന്നെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ, മെച്യൂരിറ്റി ഇല്ല ആക്ച്വലി, പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു ഫോൾട്ട് കാണിക്കുന്നു. പിന്നെ മെലീസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കും. മെലീസ എന്നല്ലേ, മെലീസ എന്നാണ് മെലീസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത് ആക്ച്വലി. പക്ഷേ കുറേ കോസമുള്ളൊരു, അവരാരെ നോക്കിയാലും അവർ പ്രതിമകളായി പോകുന്നത് നമുക്കറിയാവുന്ന സാധനമാണ്. പക്ഷെ അത് ആ ഒരു സിനിമയിൽ കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കാണിക്കുമ്പോൾ എന്തോ ഇതെന്ത് മെലിഞ്ഞ മെലീസയോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ കുറേ സാധനങ്ങൾ, കാസ്റ്റിങ് മൊത്തത്തിൽ ഓൾറെഡി ഒരു രസമില്ല. അതേപോലെ അനബത്തിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ലാത്ത വൃത്തിയുടെ അഭിനയമാണ് കാണിക്കുന്നത്. കാസ്റ്റിങ്ങിലാണ് പാളിപ്പോയതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സ്റ്റോറി ലൈൻ മൊത്തത്തിൽ ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ കാണിക്കുന്നു. ഓൾറെഡി സിനിമ കണ്ട് നമ്മളൊരു ബെസ്റ്റ് വേഷം കണ്ടിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു സാധനം കണ്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക്, അതും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ബെസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഈ ഒരു സീരീസ് കാണുന്നത്. 8 എപ്പിസോഡുള്ളൊരു സീരീസ് കാണുന്നത്. അപ്പം ഈ ഒരു എപ്പിസോഡ് കാണുന്ന സമയത്ത് മൊത്തത്തിൽ ഇതെന്ത് സാധനമാണിത് എന്ന് ഫീൽ ചെയ്യുന്നൊരു സ്റ്റോറി ലൈൻ കൊണ്ടുപോകുന്നു, മിക്സ് ചെയ്തൊരു സ്റ്റോറി ലൈൻ. പക്ഷേ ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഒളിമ്പ്യ, ലൈറ്റ്നിങ് തീഫിൻ്റെ സ്റ്റോറി തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ അവിടെയും ആ ഒരു സീ മോൺസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയും കൂടെ എവിടേക്കോ ടച്ച് ചെയ്ത് പോകുന്നു. ഇവരിനി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ, ഇങ്ങനെ ചിലർ വന്നിട്ട് പറയുന്നത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് ഇങ്ങനെ ഒരു ബോറടിപ്പിക്കാൻ വേണ്ടി, അങ്ങനെ ചെയ്യുന്നതാണോ എന്നറിയില്ല. പക്ഷേ നല്ല രീതിയിൽ ബോറടിക്കുന്ന ഒരു സീരീസാണ് അത്. ഞാനിത് കാണണം എന്ന് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് ഇരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു സീരീസും കൂടെ കണ്ടിട്ട് ആ ഒരു ബെസ്റ്റ് വേർഷൻ്റെ വില കളയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. അപ്പം അതാണ് പേഴ്സി ജാക്സൺ ആൻഡ് ദ ഒളിമ്പ്യൻസ്.